മിക്സിങ് വരുന്നത് 7 ചട്ടി മെറ്റല്, 4 ചട്ടി മണൽ, 1 ചാക്ക് സിമെൻറ്റ്. അങ്ങനെയാണ് അതിൻ്റെ മിക്സിങ് വരുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓരോ മിക്സിങ്ങിൻ്റെ സമയത്തും അവർ എത്ര ചാക്കാണ്, മെറ്റൽ എത്ര ചാക്കാണ്, 7 ചാക്കല്ല 7 ചട്ടി മെറ്റൽ, 4 ചട്ടി മണൽ, 1 ചാക്ക് സിമെൻറ്റ്. അതാണ് അതിൻ്റെ റേഷ്യോ. അതുപോലെ തന്നെ വെള്ളം എത്ര ചേർക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി നിൽക്കണം. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ഒരു സ്ട്രോങ് നഷ്ടപ്പെടും. ആ മിക്സിങ് കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കിട്ടുള്ളൂ. സിമെൻറ്റിൻ്റെ ശരിയായ ഒരു ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മിക്സിങ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ റേഷ്യോ കറക്റ്റായിരിക്കും. ഇപ്പം നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കറക്റ്റായിട്ട് എഴുതും എങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഞാനിങ്ങനെ കുറേശ്ശെ ഓരോരോ കാര്യങ്ങൾ ഇടാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കും നിങ്ങൾക്കത് ഉപകാരത്തിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വർക്ക് വളരെ ഭംഗിയായിട്ട് നടക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റേജിൽ നമ്മൾ വർക്ക് നടക്കുമ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ വർക്കുകൾ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. ഇതൊക്കെയാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എല്ലാ വർക്കുകളും. ഓക്കെ, താങ്ക് യു.